അവിടെയുള്ള ഒരു പല്ലിശ്ശേരി കപ്പേള ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്ക് അടിച്ച് ഒരു ചെറുപ്പക്കാരൻ ആ തേക്ക് മരത്തില് കേബിൾ TV വയറ് കുരുങ്ങിയിരിക്കുക കണ്ടില്ലേ, അത് കെട്ടി ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം, ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സെക്ഷനിൽ കേബിൾ TVയുടെ റിപ്പയർ പണി ചെയ്യവേ അവിടെയുള്ള ഒരു പല്ലിശ്ശേരി കപ്പേള ട്രാൻസ്ഫോമറിൽ നിന്നും അതിൻ്റെ 11 kV സൈഡിൽ നിന്ന് ഷോക്ക് അടിച്ച് ഒരു ചെറുപ്പക്കാരൻ ശ്രീ സനൽ മരണപ്പെടുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ വിവിധ വശങ്ങളും അത് എങ്ങനെ ഒഴിവാക്കാമായിരുന്നു, അതിൻ്റെ എന്തുകൊണ്ടാണത് സംഭവിച്ചത്, എന്താണ് നിയമ വീഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. പക്ഷെ ഒരിക്കലും ആ ഒരു പർട്ടിക്കുലർ ആക്സിഡന്റ് ഞാൻ കോട്ട് ചെയ്യുന്നുവെങ്കിലും അതിന്റെ അപകട കാരണങ്ങളോ അങ്ങനെയല്ല ഞാൻ മീൻ ചെയ്തത്. അത് ബന്ധപ്പെട്ട പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഒക്കെ അന്വേഷിക്കും. എങ്കിലും ആ ഒരു അപകടത്തിലൂടെ നമ്മൾ പല സാധ്യതകൾ മനസ്സിലാക്കുകയും എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽപ്പെട്ട പല്ലിശ്ശേരി കപ്പേള 100 kV ട്രാൻസ്ഫോമറിന്റെ സമീപം വെച്ചാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. മരിച്ച ആള് ശ്രീ സനലാണ്, കേബിൾ TV ജോലിക്കാരനാണ്. അപ്പൊ ഇദ്ദേഹം ഈ ട്രാൻസ്ഫോമറിന്റെ സമീപത്ത് കൂടി കടന്ന് കുറച്ച് താണ് കിടന്ന കേബിള് പിടിച്ച് വലിച്ച് മുകളിലോട്ട് നീക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഈ കേബിള് RF കേബിൾ ആണോ അതോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമുണ്ട്. കാരണം ഈ പടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സപ്പോർട്ടിംഗ് വയറും കൂടെ അവിടെ കാണുന്നുണ്ട്. പിന്നെ ആ ട്രാൻസ്ഫോമറിന്റെ സമീപത്താണ് ഈ കേബിൾ പോകുന്നത് നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാം. അപ്പൊ ഇതിലെ RF കേബിൾ ആണെങ്കിൽ സാധാരണ അതിന്റെ കൂടെ ഒരു സപ്പോർട്ടിംഗ് വയർ കാണും. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണെങ്കിൽ സപ്പോർട്ടിംഗ് വയർ കാണില്ല. സപ്പോർട്ടിംഗ് വയർ മീൻസ് GI വയർ ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതിങ്ങനെ പഠിച്ച് വലിക്കുന്ന സമയത്ത് അത് ഉയർന്ന വലിയ ഫോഴ്സിൽ വന്നിട്ട് ആ 11 kV സൈഡിൽ ട്രാൻസ്ഫോമർ 11 kV സൈഡിൽ തട്ടുകയായിരുന്നു. ഈ വല സൈഡിൽ ഒരു തേക്ക് മരം കണ്ടില്ലേ, ആ തേക്ക് മരത്തിലൊക്കെ ഈ കേബിൾ TV വയർ ഉടക്കിയിരുന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ പോസ്റ്റില് കയറി ഒരു ഏണിയൊക്കെ വെച്ചിട്ട് ആ ഏണിയിൽ നിന്നുകൊണ്ട് ഇത് പിടിച്ചു വലിക്കുകയായിരുന്നു. പിടിച്ചു വലിക്കുന്ന സമയത്താണ് ആ ട്രാൻസ്ഫോമറിന്റെ 11 kV സൈഡിൽ തട്ടി അപകടമുണ്ടായത്. അപ്പൊ തട്ടി അപകടമുണ്ടായത് ഈ 11 kVയിൽ നിന്ന് തന്നെ ഷോക്ക് അടിച്ചതാണ്. പക്ഷെ 11 kV എങ്ങനെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വരുന്നു എന്നുള്ള കാര്യത്തിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സപ്പോർട്ടിംഗ് വയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടിംഗ് വയർ തട്ടുമ്പോൾ എന്തായാലും വരാം. അതല്ലെങ്കിൽ ഈ കേബിള് ഡാമേജ് ആയിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇതിന്റെ കൂളിംഗ് ഫിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ പിടിച്ച് ഇദ്ദേഹം വലിക്കുന്നുണ്ടെങ്കിൽ ആ വലിച്ച് അവിടെ എന്തെങ്കിലും ഒരു കേബിൾ ഡാമേജും വന്ന് ഫോഴ്സിൽ മുകളിൽ വന്ന് 11 kV തട്ടിയത് പോകാം. എങ്ങനെയായാലും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിക്കട്ടെ. അപ്പൊ ഇതിന്റെ ആ ഒരു തീവ്രത ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ഡീറ്റെയിൽസ് ഞാൻ നൽകുന്നേ ഉള്ളൂ. നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് കാണാം. ഇതാണ് ആ അപകടമുണ്ടായ ട്രാൻസ്ഫോമർ. അതിന്റെ ആ കൂളിംഗ് ഫിൻസ് കണ്ടില്ലേ, കൂളിംഗ് ഫിൻസിന്റെ അടുത്തുകൂടിയാണ് ഈ കേബിൾ പോകുന്നത്. അപ്പൊ ആ കേബിളാണ് രണ്ടാമത്തെ പോസ്റ്റിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം വലിക്കുന്നത്. ഇതിനിടയ്ക്കൊരു തേക്കൻ മരവും അല്ലേ, പല്ലിശ്ശേരി കപ്പേള ട്രാൻസ്ഫോമർ ആണ്. ശ്രദ്ധിക്കുക, ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. കേബിള് പോകുന്നുണ്ടില്ലേ, ആ കേബിള് ട്രാൻസ്ഫോമറിന്റെ സമീപത്തോടു കൂടിയാണ് ഇദ്ദേഹം വലിക്കുന്നത്. അതിന്റെ അടുത്ത കൂളിംഗ് ഫിൻസ് കണ്ടില്ലേ ട്രാൻസ്ഫോമറിന്റെ, അതൊക്കെ ഷാർപ്പ് എഡ്ജൊക്കെ ഉള്ളതാണ്. അതിലൊക്കെ തട്ടി വേണമെങ്കിൽ കുരുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തതയില്ല. അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, അതിനകത്ത് ഒരു സപ്പോർട്ടിംഗ് വയർ
ഗൈവയർ കാണുന്നുണ്ട് അതിൽ. ഇനി ശ്രദ്ധിക്കുക, ആ തേക്ക് മരം കണ്ടില്ലേ, ആ തേക്ക് മരം കണ്ടില്ലേ, ആ തേക്ക് മരത്തിൽ ഈ കേബിൾ TV വയറ് കുരുങ്ങിയിരിക്കുക കണ്ടില്ലേ. അത് കെട്ടി, മിക്കവാറും അതൊരു ഗൈവയർ ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞില്ല, ആ ഗൈവയർ ആ തേക്കിൽ കെട്ടി വെച്ചേക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരുപക്ഷെ നേരത്തെ അതങ്ങനെ കെട്ടിയിരുന്നതായിരിക്കും, അവിടുന്ന് വല്ലതായിരിക്കും ഇദ്ദേഹം വലിച്ചത്. ഈ കാണുന്ന ഏണിയിലാണ് ഇദ്ദേഹം കയറി നിന്ന് ഈ പോസ്റ്റിന്റെ മുകളിൽ നിന്നുകൊണ്ട് വലിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് അപകടം പറ്റുന്നതും 11 kV നിന്ന് തന്നെ, ട്രാൻസ്ഫോമർ 11 kV നിന്ന് തന്നെ ഷോക്ക് അടിച്ച് ഈ ഏണിയുടെ സമീപത്ത് അദ്ദേഹം വീഴുകയും ചെയ്യുകയാണ്. ഇതാണ് സാഹചര്യം. അപകടത്തിന്റെ വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു. അപകടത്തിന്റെ കാരണങ്ങൾ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല കാരണങ്ങളും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു, പല സാധ്യതകൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിനകത്തൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്? ഞാൻ ഈ കേബിൾ TV സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു അപകടത്തിൽ വീഴ്ച വരാൻ തക്കതായ കാരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഇതിന്റെ കേബിൾ TVയുടെ പെർമിഷൻ, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ നിന്ന് വലിക്കുന്ന പെർമിഷൻ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നാണ്. KSEBയിൽ നിന്നും അതിന്റെ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും അതിന്റെ ഫൈനൽ പേപ്പർ, അതിന്റെ സാങ്ഷൻ ഓർഡർ നമ്മൾ വാങ്ങിച്ചിട്ടാണ് ഇത് പോസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് KSEBയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ചേർന്ന് തയ്യാറാക്കിയ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അതാ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും താഴത്തെ പവർ കണ്ടക്ടറുമായിട്ട് 1.2 മീറ്റർ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പില്ല. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള 2 പോയിന്റ്സ് ആണ്. ഒന്ന്, ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്വിച്ച് ഗിയർ ബോഡി, ഇങ്ങനെയുള്ള, അതായത് 11 kV ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ബോഡി, പിന്നെ അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്വിച്ച് ഗിയർ ബോഡി, ഇങ്ങനെയുള്ള എക്വിപ്മെന്റ്സിന്റെ സമീപത്ത് നിന്നും 1.2 മീറ്റർ ക്ലിയറൻസിലെ ഈ കേബിൾ TV ലൈനുകൾ വരാവൂ എന്ന് ഞാൻ ഈ പറഞ്ഞ ഗൈഡ് ലൈനിൽ ഉണ്ട്. അതിവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് അതിനകത്ത്. അതുപോലെ ഈ റൈറ്റ് സൈഡിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയും 1.2 മീറ്റർ ക്ലിയറൻസ് പറയുന്നുണ്ട്. പിന്നെ 11 kV ലൈനിൽ നിന്നും 2.44 മീറ്റർ ഒപ്റ്റിക്കൽ ഫൈബറിന് വേണമെന്നും അതിൽ പറയുന്നുണ്ട്. എനിവേ, മെയിനായിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമറിന്റെ ആ ക്ലിയറൻസ് പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്, ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ KSEB ലൈനിന്റെ സമീപത്താണ് വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് മാത്രമല്ല, എന്ത് വർക്ക് ചെയ്താലും നമ്മൾ KSEB അല്ലെങ്കിൽ KSEB ആണ് ഈ ലൈനിന്റെ അധികാരി. അപ്പോൾ ആ ആൾക്കാരെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ട് അവരുടെ സൂപ്പർവിഷനിൽ വേണം ട്രാൻസ്ഫോമറിന്റെ അല്ലെങ്കിൽ ലൈനുകളുടെ സമീപം ജോലി ചെയ്യാൻ. ഇപ്പോൾ ലൈനുകളുടെ സമീപം സപ്പോസ് ഒരു മരം കട്ട് ചെയ്യണമെന്നിരിക്കട്ടെ, ഒരിക്കലും നമുക്ക് കട്ട് ചെയ്യാൻ റൈറ്റ് ഇല്ല. KSEBയെ കൊണ്ട് ചെയ്യിക്കുക. അതല്ല, നമ്മൾ തന്നെ കട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ അത് KSEBയുടെ ഉദ്യോഗസ്ഥരുടെ സൂപ്പർവിഷനിൽ നമ്മൾ കത്ത് കൊടുത്ത് മാത്രമേ ചെയ്യാവൂ. ഇവിടെ അങ്ങനെ ഒരു വീഴ്ചയുണ്ട്. ഇവിടെ ഒന്ന് സപ്ലൈ ഓഫ് ചെയ്തിട്ടില്ല, KSEBയിലെ ഉദ്യോഗസ്ഥരുടെ ഈ സൂപ്പർവിഷൻ ഇതിനകത്ത് വന്നിട്ടില്ല. മീൻസ് അവരെ അറിയിക്കാതെ ചെയ്ത ഒരു റൂട്ടീൻ വർക്കായിരിക്കും, ഒരു മെയിൻ്റനൻസ് വർക്കായിരിക്കും എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ ഗൈഡ് ലൈനിൽ തന്നെ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. മെയിൻ്റനൻസ് വർക്കായാലും വൈകുന്നേരം 6 മുതൽ രാവിലെ 8 മണി വരെ ചെയ്യരുത്, അങ്ങനെയൊക്കെ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇലക്ട്രിസിറ്റി ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ പേപ്പറിൽ നിലാവെന്ന് പറഞ്ഞ പുതിയൊരു പ്രോജക്റ്റ് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ചേഞ്ചസ് ഒക്കെ ഇന്നത്തെ പത്രത്തിൽ കണ്ടു. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് ലോക്കൽ അതോറിറ്റിയുടെ അധികാരത്തിൽ വരുന്ന ഒരു സംഗതിയാണ്. അത് KSEBക്ക് കോൺട്രാക്റ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് കൊടുക്കാം. ആ പത്രവാർത്തയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആര് ചെയ്താലും ആ വർക്ക് ചെയ്യുമ്പോൾ ഒരു വഴിയേ പോകുന്ന ഒരുത്തനല്ല പോസ്റ്റ് കയറേണ്ടത്. ആ പോസ്റ്റ് കയറേണ്ടത് ലൈസൻസ് ഉള്ള ഒരാളിന് മാത്രമാണ് ആ ബന്ധപ്പെട്ട വർക്ക് കൊടുക്കുകയും അവരുടെ സ്റ്റാഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും അവരുടെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ KSEB ഉദ്യോഗസ്ഥരുടെ സൂപ്പർവിഷനാണ് ആ വർക്ക് ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ ഞാൻ ആ നിലാവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദയവ് ചെയ്ത് ഇതുപോലുള്ള അപകടങ്ങൾ കൂടുതൽ വരാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമുക്ക് ഈ കിട്ടിയ മെസ്സേജ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ അപകടങ്ങളുടെ റേറ്റ് കുറഞ്ഞു വരട്ടെ. നിങ്ങൾ ഈ ക്ഷമയോടെ ഈ വീഡിയോ കേട്ടതിൽ ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.